ഇരിട്ടി മഹാത്മാഗാന്ധി കോളേജിൽ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ ആദ്യ ബാച്ചിന് സ്വീകരണവും വിജ്ഞാനോത്സവം ഉദ്ഘാടനവും നടന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ. ബിന്ദുവിൻ്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജ്ഞാനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത ശേഷമായിരുന്നു MG കോളേജിൽ പരിപാടികൾക്ക് തുടക്കമായത്. നഗരസഭാ ചെയർപേഴ്സൺ കെ. ശ്രീലത വിജ്ഞാനോത്സവം ഉദ്ഘാടനം ചെയ്തു. വിജ്ഞാനോത്സവം നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്ന മുഖ്യമന്ത്രി ചെയ്യുന്നത് നമ്മൾ കണ്ടു. നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിൽ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ കുറേ ആശങ്കകളുണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്ത് നമ്മുടെ MG കോളേജിൽ സ്വന്തം എന്ന നിലയ്ക്ക് അധ്യാപകരും വിദ്യാർത്ഥികളും ഇത് കയ്യിലെടുത്തുകൊണ്ട് പോയാൽ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത തരത്തിൽ നമുക്കിതിനെ നല്ല ഒരു ജോലിയും ഒരു തൊഴിലും കൂടിയുണ്ട്. അതെങ്ങനെയൊക്കെ മാറ്റിയെടുക്കണം എന്നുള്ള ഒരു നല്ല സന്ദേശം നമ്മുടെ മുഖ്യമന്ത്രി നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസത്തെ എത്ര തരത്തിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് നമ്മുടെ കേരളത്തിന് ഏറ്റവും നല്ല മാതൃകയായി ഒരു ലോകത്തിന് തന്നെ മാതൃകയാകുന്ന നേട്ടം കൈവരിക്കാനുള്ള ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഈ പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം നമ്മൾ വിജ്ഞാനോത്സവം എന്ന നിലയിൽ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുപോവുകയാണ്. അതിന് ഒരു വലിയ നേട്ടമാണ് നമുക്ക് നേടാനുള്ളത്. അതിനെ നമ്മുടെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അധ്യാപകരും രക്ഷിതാക്കളും എല്ലാവരും കൂടി നിന്നുകൊണ്ട് നമ്മുടെ MG കോളേജ് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ ഈ വിജ്ഞാനോത്സവം ഉയർത്തിക്കൊണ്ടുവന്ന് 4 വർഷത്തെ കോഴ്സ് ഗംഭീരമാക്കി കുട്ടികളുടെ ജീവിതത്തിനും അതുപോലെ ജീവിത നിലവാരത്തിനും ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു നല്ല കയ്യൊപ്പായി ഇന്നത്തെ ഈ വിജ്ഞാനോത്സവം മാറട്ടെ എന്ന് മാത്രമാണ് ഈ വൈകിയ അവസരത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ 12 മണി വരെ നിൽക്കുന്നതാണ്. എല്ലാവർക്കും വിശന്നു തുടങ്ങി കുറേ സമയമായി എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. പ്രിൻസിപ്പാൾ ഡോക്ടർ ആർ. സ്വരൂപ അധ്യക്ഷത വഹിച്ചു. ഭാഗമായി നടക്കുന്ന ഈ ചടങ്ങിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്കറിയാം, വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഒരുപാട് വലിയ വലിയ മാറ്റങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ മാറ്റങ്ങളും വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കൺസേൺ, ആങ്സൈറ്റി, ടെൻഷൻ ഒക്കെ ഈ ഒരു കാര്യത്തിൽ നമുക്കുണ്ട്. പക്ഷെ ഒരു ദിവസം കൊണ്ടൊന്നും അതൊരിക്കലും മാറില്ല. നമ്മൾ പഠിക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഒരു SWOT അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ചാലഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതിൽ പറയുന്നത് പോലെ തന്നെ നമ്മുടെ എല്ലാ വീക്ക്നെസ്സുകളും സ്ട്രെങ്ത് ആയിട്ടും അതേപോലെ എല്ലാ ചാലഞ്ചുകളും നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടും നമുക്ക് എന്ന് മാറ്റാൻ സാധിക്കുന്നോ അന്ന് മാത്രമേ എല്ലാ പരിപാടികളും വിജയിക്കുള്ളൂ. നമുക്കൊരു കാര്യം കൂടി അറിയാം, മാറ്റമില്ലാതെ തുടരുന്നത് മാറ്റം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാറ്റവും ഉൾക്കൊണ്ട് നമ്മൾ മാറും. അങ്ങനെ മാറിയാൽ മാത്രമേ ഈ ഒരു പുതിയ സംരംഭവും ഒരു വിജയത്തിലേക്ക് എത്തുകയുള്ളൂ. ഈ ഒരു വൈകിയ വേളയിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു നല്ല ക്യാമ്പസ് ലൈഫ് അല്ലെങ്കിൽ ഒരു നല്ല അക്കാഡമിക് ലൈഫ് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. കോളേജ് മാനേജർ ചന്ദ്രൻ തില്ലങ്കേരി മുഖ്യ ഭാഷണം നടത്തി. അഡ്മിഷന് ശേഷമുള്ള ആദ്യത്തെ ക്ലാസ് തുടങ്ങുന്ന ദിവസം ഇത്തരത്തിലുള്ള ചടങ്ങുകൾ എവിടെയും നടക്കാറില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലൊരു വലിയ മാറ്റം വരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള 4 വർഷ കോഴ്സുകളുടെ തുടക്കം, അതെങ്ങനെയാവണം, എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രാഥമിക അറിവ് നമ്മുടെ വിദ്യാർത്ഥികൾക്കും അവരോടൊപ്പം രക്ഷിതാക്കൾക്കും നൽകുന്നതിന് വേണ്ടിയാണ് പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. എല്ലാവരും വിശന്നിരിക്കുകയാണ് എന്നറിയാം. അത് ഈ മേഖലയിൽ വിവിധ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള അതിലേറെ നമ്മുടെ മഹാത്മാഗാന്ധി കോളേജിൽ ഇഷ്ടപ്പെട്ട് അറിഞ്ഞ് ഇവിടെ എത്തിയ താല്പര്യമെടുത്ത മുഴുവൻ രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, 27 വർഷക്കാലമായി നമ്മുടെ സ്ഥാപനം കൂടെ തുടങ്ങിയിട്ട് ഒരുപക്ഷെ അഭിമാനത്തോടു കൂടി തന്നെ പറയട്ടെ,
ഈ ആരംഭിച്ച സ്ഥാപനങ്ങൾ ഇതേ കാലഘട്ടത്തിൽ ആരംഭിച്ചിട്ടുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. വലിയ രീതിയിലുള്ള ഉയർച്ചയും ഉന്നത നിലവാരവും പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ബഹുമാന്യായ മുൻ മന്ത്രി ശ്രീ നൂറുദ്ദീൻ സാഹിബ് മുതൽ ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഭരണസമിതി അടക്കമുള്ള ആളുകൾ എല്ലാവരും തയ്യാറായിട്ടുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് ഈ നാടിൻ്റെ സ്ഥാപനമാണ്. ഏതെങ്കിലും വ്യക്തിയുടെയോ ഏതെങ്കിലും സംഘടനയുടെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രസ്റ്റിൻ്റെയോ നേതൃത്വത്തിലല്ല. ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരുപക്ഷെ ഈ നാടിനാകെ മാതൃകയായിട്ടുള്ള വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പൊതുപ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനമെന്ന നിലയിൽ ഇതിന് വലിയ രീതിയിലുള്ള ഉയർച്ച ഉണ്ടാക്കുന്നതിന് ഇന്നലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളുടെ വലിയ പങ്കും അതിലേറെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്നത് നേരത്തെ സംസാരിച്ചതുപോലെ ഉന്നതമായ വിജയം നേടുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന അധ്യാപകരെയും അനധ്യാപകരെയും വിസ്മരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു കാര്യം ഉറപ്പു നൽകുകയാണ്, ഈ സ്ഥാപനത്തിൽ വന്നിട്ടുള്ള ഒരു വിദ്യാർത്ഥി അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരവസരം ഇവിടെ ഉണ്ടാവില്ല. ആ അവസരം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഇവിടെയുള്ള എല്ലാവരും ടീം വർക്കായി നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് രക്ഷിതാക്കൾക്ക് ഒരു ഭയത്തിൻ്റെയും പ്രയാസം വേണ്ട എന്ന് അറിയിക്കുകയാണ്. ഇവിടെ പഠിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഞാൻ വളരെ അഭിമാനത്തോടെ ഓർക്കുന്നത് ഈ ചടങ്ങ് നിൽക്കുമ്പോൾ തലശ്ശേരി ബ്രണ്ണൻ കോളേജിൻ്റെ പരിസരത്തു നിന്നൊരു വിദ്യാർത്ഥി അഡ്മിഷൻ സമയത്ത് ഇവിടെ വന്നു. ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, ബ്രണ്ണനില്ലേ, എന്താണ് ഇവിടെ വന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്കാകെ അഭിമാനം തരുന്ന ഒരു മറുപടിയാണ് തന്നത്. ബ്രണ്ണൻ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടം ഇരിട്ടി മഹാത്മാഗാന്ധി കോളേജ് ആയതുകൊണ്ടാണ് ഇത്ര ദൂരത്ത് 1.5 മണിക്കൂർ സഞ്ചരിച്ചാണ് ആ കുട്ടി ഇവിടെ വരുന്നത്. അതുപോലുള്ള ഒരുപാട് കുട്ടികൾ, നെട്ടവിൽ നിന്ന് വരുന്ന കുട്ടി, ഒരുപാട് മേഖലയിൽ നിന്ന് കുട്ടികൾ ഇവിടെ വരുന്നതിനുള്ള സന്തോഷമുണ്ട്. ഭൗതിക സാഹചര്യങ്ങളെല്ലാം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള രീതിയിൽ അവരുടെ പഠനം നടത്തുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നല്ലൊരു മികച്ച ലൈബ്രറി റെഫറൻസ് നടത്തുന്നതിന് വേണ്ടി ഇവിടെ ഞങ്ങളുടെ കോളേജിലുണ്ട്. അതെല്ലാവരും ഉപയോഗിക്കണം. നല്ലൊരു ക്യാൻറ്റീൻ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികൾക്ക് പട്ടിണി കിടന്ന് പഠിക്കാതിരിക്കാൻ ഭക്ഷണം അത്യാവശ്യം കഴിക്കാനുള്ള എല്ലാ സൗകര്യവും അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോർ ഇവിടെ നല്ല രീതിയിൽ നമ്മുടെ സ്റ്റോർ പ്രവർത്തനം നടത്തുന്നുണ്ട്. അതിലെല്ലാം ഉപരിയായി നമുക്കറിയാം, മറ്റ് കോളേജുകളിലെല്ലാം അഡ്മിഷൻ സമയത്തും ക്ലാസ് തുടങ്ങുമ്പോഴും ഭീതിയോടും കൂടിയാണ് കടന്നു വരിക. സീനിയർ വിദ്യാർത്ഥികളുടെ എന്തെങ്കിലും പ്രയാസങ്ങൾ നമുക്കുണ്ടാകുന്നു, ഒരു തർക്കവും വേണ്ട. അത്തരമൊരു പ്രയാസവും ഈ ക്യാമ്പസ് റാഗിംഗ് വിരുദ്ധ ക്യാമ്പസായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ അവരുടെ പ്രത്യേകമായ പ്രവർത്തനങ്ങൾ എടുത്തു പറയുന്നു. എല്ലാ സംഘടനകളും ഇവിടെയുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സംഘടനകളുണ്ട്. അവരെല്ലാം വളരെ സമാധാനപരമായി കോളേജിൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്നു എന്നുള്ളത് അഭിമാനകരമാണ്. അതുകൊണ്ട് കൊച്ചനുജന്മാരായി അനുജത്തിമാരായി സീനിയർ വിദ്യാർത്ഥികളെ നിങ്ങളെ കാണും. ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ നേരിടുന്നുവെങ്കിൽ പ്രിൻസിപ്പാളിനെയും അധ്യാപകരെയും അതിനപ്പുറം ഞങ്ങളെയും എല്ലാം ബന്ധപ്പെട്ട ഏത് വിഷയത്തിനും പരിഹാരം കാണാൻ കഴിയുന്ന ഒരു മാനേജ്മെൻറ്റ് ടീമും അധ്യാപകരുടെ ടീമും ഒക്കെ ഇവിടെ ഉണ്ട് എന്ന് നിങ്ങളെ ഓർക്കുന്നു. നല്ല രീതിയിൽ ഈ ഒരു വർഷം പരീക്ഷണ കാലഘട്ടമാണ്. ബഹുമാന്യായ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ മേഖലയിൽ വരാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ പരീക്ഷണ കാലഘട്ടത്തിൽ അധ്യാപകരോടൊപ്പം അതുപോലെ തന്നെ രക്ഷിതാക്കളോടൊപ്പം വിദ്യാർത്ഥികളും നമ്മളും എല്ലാവരും ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഈ ഘട്ടത്തെ തരണം ചെയ്യാൻ സാധിക്കൂ. 4 വർഷം കഴിഞ്ഞു പോകുമ്പോൾ ഏറ്റവും നല്ല വിദ്യാർത്ഥികളായി നിങ്ങൾ പിരിഞ്ഞു പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ മനുഷ്യത്വമുള്ള സമൂഹവുമായി ബന്ധമുള്ള അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒരു തലമുറയായി നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ വിജയാശംസകളും നേരുന്നു, നിർത്തുന്നു. ജയ്. കോളേജ് ജനറൽ സെക്രട്ടറി വൈ മത്തായി, ട്രഷറർ സത്യൻ കൊമ്മേരി, നഗരസഭാ കൗൺസിലർമാരായ സമീർ പിന്നാട്, എൻ സിന്ധു, കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം KV പ്രമോദ് കുമാർ, ഡോക്ടർ R ബിജുമോൻ, സുരേഷ് ബാബു, ഡോക്ടർ ജിതേഷ്, VK സന്തോഷ് കുമാർ, CV സന്ധ്യ എന്നിവർ സംസാരിച്ചു.